ലാലേട്ടൻ വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുക. ലൈഫിൽ ഞാൻ ഒരു ആക്ടറിനെയും കണ്ടിട്ടില്ല നേരിട്ട്. ഫസ്റ്റ് കാണുന്ന ഇവര് രണ്ടുപേരും ഒന്ന് ആലോചിച്ചു. ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ വികാരാണ് വികാരം. അത് തന്നെ എന്ന് പറഞ്ഞു. ശോഭന മാം തിരിഞ്ഞു നോക്കിയിട്ട് എന്തത് വട്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാമെന്ന് ചോദിച്ചു. ഫസ്റ്റ് തന്നെ രശ്മിക, എന്നെ ജൂനിയർ രശ്മിക എന്നാ വിളിക്കുക. എനിക്ക് ട്രോമാസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടില് എന്നുവെച്ചാൽ 3 AM ഒറ്റയ്ക്ക് റൂമിലിരുന്നിട്ട് ഇതൊക്കെയാ ചെയ്യുന്നത്. ഇമാജിനേഷൻ കൂട്ടി ഇങ്ങനെ ഓരോന്ന് സ്വന്തം ഹേർട്ട് ചെയ്യാ. ഈശ്വരാ, എന്തോ പ്രശ്നമുണ്ടല്ലേ. ബെൻസിന്റെയും ലളിതയുടെയും മകൾ അമൃതവർഷിനിയാണ് എനിക്കൊപ്പം ഉള്ളത്. ഹായ്. ഹലോ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെൻസിന്റെയും ലളിതയുടെയും മോളായിട്ടാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അമൃതവർഷിനി എന്നുള്ളൊരു പേര് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ ഈ ഒരു കാര്യം പറയുമ്പോൾ തുടരുന്നുള്ള സിനിമ അത്രയേറെ ഹിറ്റായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ആദ്യ സിനിമ തന്നെ ലെജൻസിനൊപ്പം. ആ ഒരു എക്സ്പീരിയൻസ് പറ. ഓഫ് കോഴ്സ് ഐ എം റിയലി ഹാപ്പി. ഇപ്പൊ എല്ലാരും എന്നെ വിളിക്കുന്ന പവിത്ര എന്നാണ്. പവിത്ര എന്നാണ് ക്യാരക്ടറുടെ പേര്. പക്ഷെ അങ്ങനെ ആരും ഐ മീൻ ആ മൂവിയിൽ അങ്ങനെ അറിയുന്നില്ല. പക്ഷെ പവിത്ര എന്ന് അറിയപ്പെടാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. എങ്കിലേ നമ്മൾ ഈ കുട്ടിക്കാലം മുതൽ കണ്ടു വളർന്ന രണ്ട് അഭിനേതാക്കള്, അപ്പം അവരുടെ ഒപ്പം ഉള്ള ഒരു ഫസ്റ്റ് ഷോട്ട് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് മൊമെന്റ് എന്തായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്? ഫസ്റ്റ് മൊമെന്റ് പൂജയിൽ വെച്ച് കാണുന്നതാണ്. ലൈക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവും, എക്സൈറ്റ്മെന്റ് നല്ലോണം ഉണ്ട്. ഇങ്ങനെ ഓരോന്ന് ആദ്യം ശോഭന മാം ഇങ്ങനെ പോകുന്നു, അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ കയറി വരുന്നു. ശോഭന മാം ഞാൻ തലേ ദിവസം കണ്ടു. പിന്നെ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. ശോഭന മാമിനെ കഴിഞ്ഞ ദിവസം എന്താണ് എന്നെയും തോമസ് ചേട്ടനെയും തരുൺ സാറും കൊണ്ടുവന്നതാണ്. പക്ഷെ അറിയില്ല ശോഭന മാമിനെയാണ് കാണാൻ പോകുന്നതെന്ന്. അപ്പൊ ഞങ്ങള് റൂമിന്റെ പുറത്ത് ഇങ്ങനെ നിക്കുക. അവർക്ക് രണ്ടുപേർക്ക് അറിയാൻ തോന്നുന്നു, എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഒരു വാതില് തുറന്നു. ഞാനിങ്ങനെ ആരോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. തുറന്നു നോക്കിയപ്പോ ശോഭന മാം. ഞാൻ എന്നായിപ്പോയി, ആരാ എന്നുള്ള രീതിയിൽ തുറന്നു. എല്ലാരും അകത്തേക്ക് കയറി. ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു സ്റ്റണ്ടായിട്ട്. എന്നിട്ട് പറഞ്ഞ് കേറി വാ അമൃത, എന്താ ചെയ്യുന്നേ എന്നുള്ള രീതിയിൽ ഞാൻ കേറി. സ്റ്റണ്ടായിപ്പോയി ഞാൻ സത്യമായിട്ടും. പിന്നെയാണ് ലാലേട്ടൻ അടുത്ത ദിവസം കാണുന്നത്. ശോഭന മാമിനെ കണ്ടു. ഞാൻ ഗ്രീറ്റിങ്സ് ഒക്കെ പറഞ്ഞു. മാം ഹലോ എന്ന് പറഞ്ഞു. അപ്പത്തേക്ക് ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ വന്നപ്പോ ശോഭന മാം എണീറ്റ് വന്നു. ഹലോ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുക. അപ്പോഴാണോ ലാലേട്ടൻ ഫസ്റ്റ് ടൈം കാണുന്നത്? അപ്പോഴാണ് ലാലേട്ടനെ ഫസ്റ്റ് ടൈം. ലൈഫിൽ ഞാൻ ഒരു ആക്ടറിനെയും കണ്ടിട്ടില്ല നേരിട്ട്. ഫസ്റ്റ് കാണുന്ന ഇവര് രണ്ടുപേരും ഒന്ന് ആലോചിച്ചു. മൈ ലക്ക്. എന്നിട്ടാണ് ലാലേട്ടനെ കാണുന്നത്. അപ്പൊ വന്ന് ഞാൻ പറഞ്ഞു ഹലോ, ഞാൻ അമൃതവർഷിണി. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നീട് എന്നെ എന്റെ പേര് ഒന്നുകൂടി ചോദിച്ചിട്ടില്ല. അപ്പോഴേ അത് കഴിഞ്ഞ ശേഷം എന്നെ അമൃത എന്ന് പറഞ്ഞിട്ടാ വിളിക്കുക. മോളെ എന്നായിരുന്നു വിളിക്കുക. അങ്ങനെയായിരുന്നു. ആൻഡ് ഐ എം റിയലി ഹാപ്പി. എന്തൊക്കെയോ ഇപ്പോഴും ആ ഒരു ഇത് വിടുന്നില്ല. ഹാങ് ഓവർ ഇപ്പോഴും ഉണ്ട്. ഒരു ഫാൻ ഗേൾ മൊമെന്റ് ആയിരുന്നോ? എങ്ങനെയാണ്, ഒരു ലാലേട്ടൻ ഫാൻ ആയിരുന്നോ? പിന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ വികാരാണ് വികാരം. അത് തന്നെ, നെഞ്ചിനകത്ത് ലാലേട്ടൻ. അത് തന്നെ. നെക്സ്റ്റ് ഡേ ഫസ്റ്റ് ഡേ സെറ്റിന് ഇങ്ങനെ ഞാൻ ഇരുന്നപ്പോ ഇങ്ങനെ ലാലേട്ടൻ വന്നിട്ട് അമൃത എന്ന് പറഞ്ഞിട്ട് എങ്ങനെ വിളിച്ചു. ഞാൻ എന്ന് പറഞ്ഞിട്ട് എഡിറ്റ് വന്നു. ശോഭന മാമിനെ കണ്ടോ? ശോഭന മാം ഞാനവിടെ കണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ലാലേട്ടനെ പിടിച്ചിട്ട് ഇങ്ങ് വാ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അവിടെ ഞാൻ ഇരുന്നു. കം 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 എന്ന് പറഞ്ഞിട്ട് എല്ലാരും അവിടെ ഒരുമിച്ചിരുന്നിട്ട് ലാലേട്ടൻ ബാക്കിലാണ്, ശോഭന മാമിന്റെ ബാക്കിൽ ഇരിക്കുകയാണ്. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് എന്നുള്ള രീതി. അപ്പൊ ഞാൻ പറയാ എന്ന് പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു എനിക്കും പറ്റേ ഗ്രേറ്റ് ഫാമിലി. അത് ഒച്ചയിലാ പറഞ്ഞത്. അപ്പം ശോഭന മാം തിരിഞ്ഞു നോക്കിയിട്ട് എന്തത് വട്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാമെന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല, നമുക്ക് എല്ലാവർക്കും വട്ടാന്ന് പറഞ്ഞാണേ. ഇറ്റ് വാസ് റിയലി ഫണ്ണി. അപ്പോ ടെൻഷനൊക്കെ മാറിക്കിട്ടി സത്യമായിട്ട്. അതായിരുന്നു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു സിനിമ പാരമ്പര്യം ഒന്നും ഇല്ലാത്ത ഒരു ഫാമിലിയിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ഒരു ഫിലിമിലേക്കുള്ള ഒരു എൻട്രി സംഭവിക്കുന്നത്? എൻട്രി എന്റെ മാമൻ ചിന്തു മാമൻ
അശ്വിൻ എന്നാണ് പേര്. ഞാൻ ചെന്തുവാൻ എന്നാണ് വിളിക്കുക. ബിനു പപ്പു, ബിനുവേട്ടൻ്റെ ഫ്രണ്ടാണ് അശ്വിൻ. പിന്നെ അവരിങ്ങനെ റാൻഡമായിട്ട് എന്തോ ട്രിപ്പിന് പോയപ്പോൾ ഇങ്ങനെ സംസാരിച്ചാണ് ഈ ഒരു ഏജ് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി എന്നെ വേണം. എന്നിട്ട് ഇങ്ങനെ മാമൻ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, അതിന് ഓർത്തല്ലോ. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, പപ്പേനെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഒരു പെട്ടെന്ന് ഒരു 5 ഫോട്ടോസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര വെപ്രാളായിട്ട് വന്നിട്ട് നീ വേഗം 5 ഡ്രസ്സും എടുത്ത് ഫോട്ടോ അയക്കി എന്ന് പറഞ്ഞു. ഫോട്ടോസ് അയച്ചു. അത് കഴിഞ്ഞിട്ട് ബിനുവേട്ടനാണ് വിളിക്കുന്നത്. മാമൻ പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞാൽ ബിനു പപ്പു വിളിക്കും, എടുക്കണം, സംസാരിക്കണം, എന്താ പറയുന്നതെന്ന് വെച്ചാൽ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് ബിനുവേട്ടൻ അടുത്ത ദിവസം 3 മണിക്ക് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. അവിടെ ചെന്നു. അവിടെ തരുൺ സാർ ഉണ്ടായിരുന്നു. സ്ക്രീൻ ടെസ്റ്റ് പോലെ അതിനായിട്ടായിരുന്നു അതോ ഓഡിഷന് വേണ്ടിയിട്ട്. അവിടെ ഫുൾ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. രഞ്ജിത്ത് സാർ ഉണ്ടായിരുന്നു, സുനിൽ സാർ ഉണ്ടായിരുന്നു. ടെൻഷൻ ആയിരുന്നോ? പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് എന്തോ വലിയൊരു പേടിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഐ ഫെൽറ്റ് ലൈക്ക് മൈ പ്ലേസ്. നോക്കിയിട്ട് വരാം, ഒരു ഷോട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും മീറ്റ് ചെയ്തു, ചെന്നു. ആൻഡ് എന്നെ പറഞ്ഞു രണ്ട് സിറ്റുവേഷൻ ആണ് തന്നത്. ഫസ്റ്റ് ആകെ ഒരു സിറ്റുവേഷനെ പറഞ്ഞുള്ളൂ. എന്താണ്, വീട്ടില് അച്ഛൻ്റെ അടുത്ത് ചേട്ടനെ പറ്റി കുറ്റം പറയണം, അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഇതെനിക്ക് നോർമൽ ആണല്ലോ, ഡെയിലി ലൈഫ് തിങ്. വീട്ടില് വന്നിട്ട് ചേട്ടനെ പറ്റി കുറ്റം പറയുന്ന ഇത് ഞാൻ കളിക്കും, ഇതൊക്കെ ഇത് എന്റെ സംഭവം തന്നെ എന്നുള്ള രീതിയിൽ ചെന്ന് ഇങ്ങനെ ചേട്ടനെ പറ്റി ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയണ്. വിചാരിച്ചോളൂ ഇതെന്താ ഇത്ര പ്രോ. അപ്പൊ സംഭവം പറഞ്ഞു ഓക്കെ നമുക്കിനി ഒരു സ്പോട്ടിന് പോവാം. മറ്റേത് ടൈം വന്നിരുന്നു, നമുക്ക് ആലോചിക്കണ്ടേ, കുറ്റം പറയണ്ടേ. അപ്പോ സ്പോട്ട് പോവാം. അപ്പോ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ആൻഡ് ഒരു സ്ട്രേഞ്ചർ, കുറച്ചും കൂടി പേടിപ്പെടുത്തുന്ന ഒരാള് കേറി വന്നാൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക. അപ്പോ കേറി വന്നു. തരുൺ സാർ ബാക്കിലിരുന്നിട്ട് ഡയലോഗൊക്കെ പറഞ്ഞ് റേസ് ആവാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ബാക്കിൽ നടന്ന് പോയി മതിലിടിച്ചു. അത് കഴിഞ്ഞ് ഭയങ്കര റേസായി, ഞാൻ കരയാൻ തുടങ്ങി. എന്നിട്ട് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇത് കുറച്ച് ഷോട്ട് പോവാന്ന് പറഞ്ഞു, കുറച്ച് ടേക്ക് പോവാന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഫസ്റ്റ് ടേക്കിൽ തന്നെ ശരിയായി. ഞാൻ കരഞ്ഞിട്ട് ഇങ്ങനെ തുടച്ച് വെറുതെ പേടിച്ചോ എന്ന് ചോദിച്ചു. പേടിയോ? എനിക്കോ? ശരിക്കും പേടിച്ചു. അങ്ങനെ അത് കഴിഞ്ഞു. അവർ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. ഇൻട്രോ എടുത്തു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു ഇനി നമുക്ക് പിന്നെയും കാണാന്ന് വിചാരിക്കട്ടെ എന്നുള്ള രീതി പറഞ്ഞു. കണ്ടു. എന്നുവെച്ചാ 3 വീക്കായിട്ട് ഒരു ഇതുമില്ല. മാമനിങ്ങനെ ഇടയ്ക്ക് വിളിച്ചു പറയും ഒന്നായിട്ടില്ല, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, വിചാരിക്കണ്ട എന്നുള്ള രീതിയിൽ. നമ്മളാണെങ്കിൽ ഒരു ഷോട്ട് കൊടുത്തു, ഇനി ദൈവത്തിന്റെ കയ്യിലാണ്, കിട്ടിയാ കിട്ടി, കിട്ടിയില്ല എന്നുള്ള രീതിയിൽ വേണം ഇരിക്കാൻ എന്നുള്ള പറഞ്ഞ് വിചാരിച്ചിട്ടാ പോയത്. പിന്നെ വിളിച്ചു, അങ്ങനെ ഇല്ലായി. യെസ്. അപ്പൊ അറിയായിരുന്നു ആ ഒരു ഫിലിം ഇങ്ങനെ ശോഭന മാമും ലാലേട്ടനും ആണ് മെയിൻ ക്യാരക്ടേഴ്സ്? ലാലേട്ടൻ ഉള്ള കാര്യം ഉറപ്പായിട്ട് പറഞ്ഞിരുന്നു. പിന്നീടാണ് ഇങ്ങനെ ശോഭന മാം ആണ് ഉള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞത്. ലാലേട്ടൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോയി. പിന്നെ ആസ് എ ഡാൻസർ ശോഭന മാം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരടിക്ക് 2 പക്ഷി എന്നുള്ള രീതിയിൽ തന്നെ അയ്യോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതില്. എന്നിട്ട് ഞാൻ വിചാരിക്കും ഇതില് കിട്ടുമോ എന്ന് തന്നെ. പിന്നെ കിട്ടിയപ്പോ തന്നെ അയ്യോ ഇതെന്താണ്, എനിക്കോ ഞാൻ ഡ്രീമിലാണെന്നുള്ള രീതിയിലായി പോയി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫിലിമിൽ ഇന്നായി ഒരു പവിത്ര എന്ന് പറഞ്ഞ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഭയങ്കരമായിട്ട് കലബല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ പോലെ ഭയങ്കര സാമർത്ഥ്യമുള്ള ഒരു പെൺകുട്ടിയാണ്. അത് ഞാൻ തന്നെയാണ്. ആക്ച്വലി ഞാനും പവിത്രയും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. അതെ, ലൈക്ക് അത് നോർമലി ഒരു ടീനേജ് ഗേളിനെ ഒരു തന്നെയാണ് കാണിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട്? എനിക്ക് എന്നെ തന്നെ കാണിക്കാൻ പറ്റി.
അതൊരു വലിയ ഭാഗ്യം തന്നെയല്ലേ. ഇത്രയും വലിയൊരു മൂവിയില് സ്വന്തം ക്യാരക്ടർ അതെന്നെ കാണിച്ചാൽ മതി എന്നുള്ള ഒരു ഇതിലാണെങ്കിൽ അഫ്കോഴ്സ് ആണ്. യെസ്. എപ്പോഴും ഇങ്ങനെ കലബല പറഞ്ഞിരിക്കുന്ന ആളാണോ വീട്ടിലും? യെസ്. അതുപോലെ തന്നെ ചേട്ടനാണ് ഫിലിമിനകത്ത്, ചേട്ടനാണ് ഉള്ളത്. അപ്പം ശരിക്കും ഒരു ബ്രദർ ഉണ്ട്, ട്വിൻ ബ്രദർ ആണ്, നിങ്ങൾ ട്വിൻസ് ആണ്. ഇവര് രണ്ടുപേരും സൈലന്റ് ആണ് ആക്ച്വലി കുറച്ച്. പക്ഷെ പിന്നീട് ഭയങ്കരമായിട്ട് സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ജോളിയാണ്, വൈബ് മാച്ച് ചെയ്യും. അപ്പൊ ഇങ്ങനെ കൂട്ടത്തില് ഇത്തിരി ഒരു സംസാരിക്കുന്ന ഒരാളാ അമൃതയാണ് അല്ലെ? അതെ, ഞാൻ അച്ചു. അതെ. ഏറ്റവും അധികം ആൾക്കാർ തുടരും കണ്ടതിന് ശേഷം പറയുന്നത് ഒരൊറ്റ സീനിനെ കുറിച്ചിട്ടായിരിക്കാം. ആ കഴുത്തിങ്ങനെ പിടിച്ചു വെക്കുന്നു, ആ ഒരു എന്താ പറയാ, മൈ ഫേവറേറ്റ് സീൻ. അതെ. ആ സീൻ സംഭവിച്ചതിനെ കുറിച്ച് എങ്ങനെ പറയാ? ഇങ്ങനെ കുറച്ച് ടോർച്ചർ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിലിം ഷൂട്ടിങ്ങിന്റെ മുന്നേ. ഇവര് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓക്കെ, കാരണം എനിക്ക് ട്രോമാസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ഞാൻ ട്രോമാസ് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയെ ആദ്യമായിട്ട് കാണുക കേട്ടോ. ദാറ്റ്സ് മീ. എന്തോ പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുന്നില്ലേ? തലയ്ക്ക് എന്തോ സുഖമായിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ സീൻസ് ഒക്കെ എടുക്കാൻ നല്ല താല്പര്യമുണ്ട്. ലൈക്ക് നല്ലോണം ഇൻവോൾവ് ആയിപ്പോവും. ലൈക്ക് ഞാൻ വീട്ടില് എന്നുവെച്ചാൽ 3 AM ഒറ്റയ്ക്ക് റൂമിലിരുന്നിട്ട് ഇതൊക്കെയാ ചെയ്യുന്നത്. ഇമാജിനേഷൻ കൂട്ടി ഇങ്ങനെ ഓരോന്ന് സ്വന്തം ഹേർട്ട് ചെയ്യാ. എന്തോ പ്രശ്നമുണ്ടല്ലേ? ഉണ്ട്, കാര്യമായിട്ട് എന്തോ പ്രശ്നം. ബട്ട് ഇങ്ങനെയൊക്കെയാണ് എന്നുവെച്ചാൽ വീട്ടില് നമ്മൾ ഇമാജിൻ ചെയ്യും, സ്വന്തം ഹേർട്ട് ചെയ്യും. ഇങ്ങനെ തല്ല് കിട്ടുന്നതായിട്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ, റിവെഞ്ച് എടുക്കുന്നതായിട്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട്. അതെന്താ ആക്ടിങ്ങിനോട് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണോ അതോ? അല്ല, എനിക്കെന്തോ ഇങ്ങനത്തെ ക്രിയേറ്റീവ് തിങ്സ്, ഇമാജിനറി വേൾഡ് എന്ന് വെച്ചാൽ വീട്ടിൽ ബോറായിട്ട് ഇരിക്കുമായിരിക്കും. അതെ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നേരത്തെ വരുള്ളൂ, പുലർച്ചെ 3 മണി നേരത്താണ് ഈ തോട്ട്സ് ഒക്കെ വരിക അല്ലെ? അപ്പോഴല്ലേ ഇങ്ങനത്തെ ഡാർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രംഗം കിട്ടിയപ്പോ ത്രില്ലിങ് അഫ്കോഴ്സ്. ഞാൻ വിചാരിച്ചു ഓ മൈ ഗോഡ് ഇങ്ങനെയൊക്കെ സംഭവം കിട്ടുന്ന. ഞാനിങ്ങനെ ആലോചിക്ക, അയ്യോ ഞാൻ വീട്ടിലിരുന്ന് ചെയ്ത് എനിക്ക് ഇവിടെ ഒരു സ്ക്രീനിന്റെ ഫ്രണ്ടിൽ, ക്യാമറയുടെ ഫ്രണ്ടിൽ ചെയ്യാൻ പറ്റുകയാണ്. അഫ്കോഴ്സ് ഐ വിൽ ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ. അപ്പുറത്താണെങ്കിലും ആള് ഭയങ്കര കംഫർട്ടബിൾ ആണ്, എന്താണ് ഭയങ്കര ഫണ്ണിയുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് നിൽക്കുമ്പോ ഇപ്പൊരു ഇങ്ങനെ എന്താ ഇനി ഞെക്കണോ എന്നുള്ള രീതിയില് നല്ല രസാ. ആ സീൻ തന്നെ എന്റെ ഫേവറേറ്റ് ആണ്. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടി അത് 2 ദിവസം എടുത്തിരുന്നു. ക്ലോസും മറ്റേ ഈ കാല് തട്ടുന്നതായിട്ടും പിന്നെ മേളിലും പിന്നെ ഫുള്ള് ആ ഒരു സീൻ കുറച്ച് അഡ്വഞ്ചറസ് ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്കിലും വീട്ടുകാരുടെ കൂടെ പോയിട്ടായിരിക്കുമല്ലോ സിനിമ കണ്ടിട്ടുണ്ടാവുക. അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ് മൂവി കാണുന്നു, അതിൽ ഇതുപോലത്തെ ഒരു ഭീകരമായ രംഗം. ഈ സീൻ എടുക്കുമ്പോ പപ്പയും അമ്മയും ഉണ്ടായിരുന്നു. സെറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആരും പ്രതീക്ഷിച്ചില്ല. നമ്മള് വിചാരിച്ചു പോകുന്ന ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും. എന്നിട്ട് ഈ സിനിമ കണ്ടപ്പോഴത്തേക്കും ഇതാണ് എന്നുവെച്ചാൽ എക്സ്പെക്ട് ചെയ്തതിന്റെ കാട്ടും കൂടുതലായിരുന്നു. ഔട്ട്പുട്ട്, ആ ഒരു എന്താ പറയാ ഇമ്പാക്ട് നല്ലോണം ഉണ്ടായി. ഞാൻ തന്നെ ഇങ്ങനെ കേട്ടിപ്പോ ഞാൻ കൊടുത്ത റിയാക്ഷൻ ആണോ ഇതാണോ സംഭവിച്ചത് എന്ന് വെച്ചാൽ ഡബിങ്ങില് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് സിനിമയായി വന്നപ്പോ ശരിക്കും കണക്ട് ചെയ്ത് ഭയങ്കര ഒരു ഇമ്പാക്ട് ആണ് വന്നത്. ഫാമിലിയുടെ ഒരു ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു സ്ക്രീനിൽ ആദ്യമായിട്ട്? അയ്യോ, അതിനകത്ത് ചെറിയ കുട്ടിയായിട്ടാ കാണിക്കുന്നത്. അപ്പൊ അത് കാണിച്ചപ്പോഴത്തേക്ക് പപ്പേന്റെ അമ്മേന്റെ കണ്ണിന്ന് വെള്ളം തുടങ്ങി. They are really proud of me and I am really happy. ഞാൻ കരഞ്ഞില്ലാന്നേ ഉള്ളൂ. പിന്നെ എന്റെ ബ്രദറും, അവന് സിനിമ കണ്ടാലും ഒരു ഇതുമില്ലാത്ത ഒരാളാണ്. അവന് ശരിക്കും ഈ ഫിലിം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവന് നല്ല സന്തോഷമായി. അവൻ പറഞ്ഞു ഓ നിനക്ക് ശരിക്കും ആക്ട് ചെയ്യാൻ പറ്റും അല്ലേ എന്നുള്ള രീതിയിൽ. കാരണം അവന് ഞാൻ എന്ത് ചെയ്താലും എന്നാലും നീ കൊള്ളില്ല എന്നുള്ള രീതിയിലൊക്കെ അവൻ ശരിക്കും ഇങ്ങനെ പറഞ്ഞു. അതെ. പക്ഷെ ബ്രദറിന്റെ പേര് ആദിന്നാണ് വിളിക്കുക. ആദി. അപ്പം ഈ നേരത്തെ പറഞ്ഞു അവൻ ഞാൻ എന്ത് ചെയ്താലും അവൻ കൊള്ളില്ല എന്നാ പറയാന്ന്. പക്ഷെ ഈ ആദ്യമാണ് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഒരു റീൽസിലൂടെയാണ് അമൃതനെ ആൾക്കാർക്ക് എല്ലാവർക്കും പരിചയം. എനിക്ക് തോന്നുന്നു ഒരു 3 lakhs അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട്. 3,97,000 അല്ലേ? ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫോളോവേഴ്സിന് കിട്ടാനുള്ള ഒരു മെയിൻ പങ്കും ആദ്യമാണ് അല്ലേ?
അപ്പം എങ്ങനെയായിരുന്നു ആ പുള്ളിയുടെ സപ്പോർട്ട് എങ്ങനെയായിരിക്കും വരുന്നത്, അതുപോലെ തന്നെ റീൽസിന്റെ ഒരു ലോകത്തിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയായിരുന്നു? അവൻ നമ്മുടെ ക്യാമറാമാനാണ്, എഡിറ്ററാണ്. അല്ല, ഇപ്പോ അവന് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു റീലിലേക്ക് വരാനേ പറ്റില്ലായിരുന്നു. അവനാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നതും. അവന്റെ സപ്പോർട്ട് എന്തായാലും ഉണ്ട്. പിന്നെ എഡിറ്റിംഗ് അവന് ചെയ്തുതരും, ഇടയ്ക്ക് ഞാനും ചെയ്യും. പിന്നെ അമ്മയാണ് ഇതിലെ മെയിൻ ആള്. എന്നുവെച്ചാൽ ഇതിന്റെ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങൾ അക്കൗണ്ട് ഒക്കെ ചെയ്യുന്ന റിക്വസ്റ്റ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്യുന്നതെല്ലാം അമ്മയാണ്. റീൽസ് ഏതെടുക്കണ്ടേ എല്ലാം കണ്ടുപിടിച്ച് തരുന്ന അമ്മയാണ്. കോസ്റ്റ്യൂംസ് അമ്മയാണ് എടുത്തു തരുന്നത്. പിന്നെ കോസ്റ്റ്യൂംസ് അമ്മയുടെ തന്നെയാണ് ഓൾട്ടർ ചെയ്തിടുന്നതാണ്. ഓൾട്ടർ ചെയ്ത് അത് ഞാൻ തന്നെ ഇടും. എന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്താ കിട്ടിയെന്ന് വെച്ചാൽ അത് ചെയ്യാ പോരുക കഴിഞ്ഞു. ബാക്കി എല്ലാ പോസ്റ്റിംഗ് ഉൾപ്പെടെ അവരാണ്, എല്ലാം അവരാണ് ചെയ്യുന്നത്. അപ്പോ സപ്പോർട്ട് എല്ലാം ഉണ്ട്. പിന്നെ പപ്പ എന്തേ റീൽസ് ആയിട്ട് എടുക്കാൻ നമുക്ക് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സ്ഥലം വരെ പപ്പ അവിടുന്ന് ഇവിടെ സ്കൂട്ടറിൽ വന്നാക്കി കൊണ്ടുപോലും എല്ലാ പരിപാടിയും പപ്പയാണ്. മൊത്തം സപ്പോർട്ടാണ്. മൊത്തം ഈ ഫാമിലി തന്നെ സപ്പോർട്ടാണ്. അപ്പം എങ്കിലും ഈ റീൽസിന്റെ ഒരു ലോകത്തേക്ക് തോന്നുന്നു കോവിഡ് ടൈമിലായിരിക്കും കടന്നു വന്നിട്ടുണ്ടാവുക. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടത്, അതുപോലെ തന്നെ എങ്ങനെ കണ്ടന്റ് ഒക്കെ കണ്ടെത്തിയിരുന്നേ? ലൈക്ക് ഫസ്റ്റ് കോവിഡ് ടൈം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ നമുക്ക് ടാലൻസ് കാണിക്കാൻ സ്കൂള് പോലും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ സ്കൂളായിരുന്നു ആകെ കുറച്ചെങ്കിലും ഉണ്ടായിരുന്നത്. അവിടെ CC പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ കയറാം. പക്ഷെ നമുക്ക് കലോത്സവം കാര്യങ്ങളൊന്നും ഇല്ല. കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ഉണ്ട്. ലൈക്ക് ക്ലസ്റ്റർ, റീജിയണൽ, നാഷണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് സീനിയേഴ്സിനെ പറ്റിയ ഇതായിരുന്നു. അപ്പൊ ഞാൻ 4th ഒക്കെ അല്ലേ, നമുക്കൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ 5th ആയപ്പോ കൊറോണ തുടങ്ങി, ആൾക്കാർ ടിക്ടോക്ക് പരിപാടികൾ തുടങ്ങി. ടിക്ടോക്കിലേക്ക് കയറാൻ പറ്റിയില്ല, അപ്പത്തേക്കും ബാൻഡ്. അപ്പത്തേക്ക് ഇൻസ്റ്റഗ്രാം ആയിരുന്നു ഓപ്ഷൻ. അത് ട്രൈ ചെയ്തു. ആദ്യം കയറി തുടങ്ങി ചെയ്യാൻ നോക്കിയത് ഡാൻസ് കാര്യങ്ങളാണ്. പിന്നെ ഡാൻസ് മാത്രം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫേർട്ട് പരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ തുടങ്ങിയല്ലേ ഉള്ളൂ, ക്യാമറ പരിപാടി ഒന്നും അറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഡബ് സ്മാഷ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ട്രെൻഡിങ് സാധനങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യും. അത് ചെയ്ത് തുടങ്ങി, ആൾക്കാരുടെ നിന്ന് സപ്പോർട്ട് കിട്ടി തുടങ്ങി. ആദ്യം ഹിന്ദി ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബേസിക്കലി ഒരു ഹിന്ദി ഇത് ഒരു സറൗണ്ടഡ് ആയ സ്കൂളിൽ നിന്നാണ് വരുന്നത്. കേന്ദ്രീയ വിദ്യാലയത്തിലാണ് കേന്ദ്ര വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. അപ്പോ അങ്ങനത്തെയാണ് ആദ്യം ചെയ്തു തുടങ്ങിയത്. പിന്നീട് എന്താണ് തമിഴ്, മലയാളം, തെലുഗു എന്നുവെച്ചാൽ അവിടുന്ന് കുറെ സപ്പോർട്ട് കിട്ടി തുടങ്ങി. പിന്നെ തെലുഗുന്നും കുറെ ഇങ്ങനെ വന്നു. പിന്നെ കുറച്ചൊക്കെ ഫിലിം ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ പോവാ. പിന്നെ എന്റെ പ്രായം നല്ല കുറവാണ്. അവരാണെങ്കിൽ ഞാൻ ഏതോ ഡിഗ്രി പഠിക്കുന്ന കൊച്ചാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ അങ്ങനെ കുറെ ചെയ്തു, കുറെ സപ്പോർട്ടെല്ലാം കിട്ടി, അങ്ങനെ ഇരിക്കുന്നു. അതെ. എങ്കിലും ഈ ഒരു കണ്ടന്റ് ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നമുക്ക് പലപ്പോഴും പോസിറ്റീവ്സിനൊപ്പം തന്നെ നെഗറ്റീവ്സും വരാറുണ്ട്. നെഗറ്റീവ് കാര്യങ്ങൾ അപ്പൊ എങ്ങനെയാ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ? അയ്യോ, എനിക്ക് നെഗറ്റീവ്സ് കുറവായിരുന്നു. ഈവൻ ഉണ്ടെങ്കിൽ തന്നെ എന്റെ ഫോളോവേഴ്സ് അവര് തന്നെ വന്നിട്ട് താഴെ മെസ്സേജ് ഇടും. എനിക്ക് ഒരിക്കലും നേരിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ നല്ലതാണ് സോഷ്യൽ മീഡിയയിലൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരിക്കലും പോസിറ്റീവേ കിട്ടിയിട്ടുള്ളൂ, നെഗറ്റീവ് അങ്ങനെ കിട്ടിയിട്ടില്ല. ശരി. അപ്പം ഈ ഒരു പേര് തന്നെ ഭയങ്കര ക്യാച്ചി പേരല്ല, അമൃതവർഷിണി രാഗത്തിന്റെ പേരാണ് രാഗം അല്ലേ? അപ്പൊ ഈ പേര് വന്നത് ഈ ഒരു പാട്ടിനോടും ഡാൻസിനോടൊക്കെ ഉള്ള താല്പര്യമുള്ള ഒരു ഫാമിലി അതുകൊണ്ടാണോ? ഫാമിലി അങ്ങനെ ഡാൻസ് പാട്ടായിട്ടല്ല, പക്ഷെ എന്റെ മദർ, അമ്മ അങ്ങനെ ഡാൻസ് പാട്ട് അങ്ങനത്തെ ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോ അങ്ങനെ പേരിട്ടതാണ്. ആദ്യം പ്രാർത്ഥന പ്രണവ് എന്നുള്ള പേരിടാൻ പോയത്. പക്ഷെ ഫാദർ സൈഡ് മൊത്തം P വെച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് A വെച്ച് തുടങ്ങി. പക്ഷെ അമ്മയാണ് ഇത് ആലോചിച്ച് ഇങ്ങനെ ഇട്ടത്. അമ്മയ്ക്ക് അത് ഇഷ്ടമായി. ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്ന ആളാണ്. അപ്പം ഈ ഒരു ഡാൻസിലേക്ക് എങ്ങനെയാ കടന്നു വന്നേ? എനിക്ക് ആക്ച്വലി പണ്ട് ഡാൻസ് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ആദ്യം സ്പോർട്സിലേക്കായിരുന്നു മെയിൻ. അതായിരുന്നു, എനിക്ക് കളിച്ചു നടക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അമ്മ എനിക്ക് പണ്ടേ 4 വയസ്സ് മുതലേ ഇങ്ങനെ ഡാൻസ് സ്റ്റെപ്പൊക്കെ കളിച്ച് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ അമ്മ 1ാം ക്ലാസ്സിൽ എന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ചു കാലം 4ാം ക്ലാസ് വരെ എങ്ങനെയൊക്കെയോ ആണ് കളിച്ചത്.
അത് കഴിഞ്ഞിട്ട് അമ്മ ഡാൻസ് ക്ലാസ് മാറ്റി. ഇപ്പൊ RLV പ്രദീപിന്റെ കൂടെ സാറിന്റെ പഠിക്കുന്നത്. നാട്യാർപ്പണ ഇവിടെ ചോറ്റാനിക്കരയിൽ തന്നെയാണ്. അപ്പോ 5th ആയപ്പോഴത്തേക്കും കൊറോണ തുടങ്ങി. കൊറോണ ആയപ്പോഴത്തേക്കും അമ്മ ഫ്രണ്ടിലിരുന്ന് എന്നെ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം നല്ലോണം അമ്മ പിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 4ാം ക്ലാസ് വരെ ഞാൻ ഇങ്ങനെ ആടിപ്പാടിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അമ്മ നല്ലോണം സ്ട്രിക്റ്റ് ആയി. ഇനി വൃത്തിയായിട്ടേ കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ 5th 6th നല്ലോണം ഇതാക്കിയിട്ട് പിന്നെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത്. പിന്നെ എനിക്കെന്തോ താല്പര്യമായി തുടങ്ങി. ലൈക്ക് 5th 6th ആയപ്പോഴത്തേക്കും കൊറിയൻ അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു. എന്ന് വെച്ചാൽ ഞാൻ ക്ലാസിക്കൽ മാത്രം കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ നടക്കുന്നതും ഇരിക്കുന്നതും ഈവൻ ഇപ്പൊ സംസാരിക്കാൻ പോലും ഇങ്ങനെ മുദ്രകൾ വരും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് വെസ്റ്റേണിലേക്ക് ചെയ്തു തുടങ്ങി. എന്ന് വെച്ചാൽ പണ്ടേ വെസ്റ്റേൺ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് കളിച്ചാലും ഒരു ക്ലാസിക്കൽ ടച്ച് വരും. അപ്പോൾ അങ്ങനെ രണ്ടും ചെയ്തു തുടങ്ങി. ആൻഡ് ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഡാൻസ്. അതെ, യെസ്. ചെറിയൊരു മടി എവിടേക്കോ ഉള്ള ഒരാളാണല്ലേ? അതെ, നല്ല ചെറുതല്ല, നല്ല മടിയുണ്ട്. ഈ സിനിമയിലേക്ക് വന്ന സമയത്തും ഈ പറഞ്ഞ പോലെ വലിയ സിനിമ എന്നുള്ള സംഭവത്തോട് അങ്ങനെ ഭയങ്കര ഒരു ക്രേസ് ഉണ്ടായിരുന്നില്ല തോന്നുന്നു. ഭയങ്കര ഒരു ക്രേസ് ഉണ്ടായിരുന്നില്ല. ഐ മീൻ അത്രയും ക്രേസ് ഉണ്ടായില്ല. പക്ഷെ ഈ ഒരു ഡാൻസിലേക്ക് വന്ന ശേഷം ആദ്യം ഡാൻസ് തന്നെയായിരുന്നു ജീവൻ. പിന്നീട് ഇങ്ങനെ റീൽസിലേക്ക് കടന്നല്ലോ. റീൽസിലേക്ക് കടന്നിങ്ങനെ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പാട്ടുകളൊക്കെ പാടുന്നതായിട്ട് ചെയ്തു തുടങ്ങി. അതൊക്കെ ചെയ്തപ്പോഴത്തേക്കും ആ ഒരു ലോകത്തിലേക്കായി. ഫാന്റസി, ഇമാജിനേഷൻ, അങ്ങനെ കുറെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഇമാജിനേഷൻ ആണല്ലോ. അങ്ങനെ ചെയ്ത് എനിക്ക് ആക്ടിങ്ങിനോട് നല്ല താല്പര്യം വന്നു. അതിന്റെ നമ്മുടെ മെയിൻ ആൾക്കാരാണ് ഈ ശോഭന മാം, ലാലേട്ടൻ, പിന്നെ ബോളിവുഡ് ആണ് മെയിൻ. യെസ്, ഷാറൂഖ്, അങ്ങനെ കുറെ അതിനോട് എന്തോ ഒരു വലിയൊരു താല്പര്യം വന്നു തുടങ്ങി. പിന്നെ ക്രേസായി. ഇപ്പോഴും അതെ. ഇപ്പൊ പറഞ്ഞതിലൊക്കെ ലാലേട്ടൻ, ശോഭന മാം, അതുപോലെ തന്നെ ഷാറൂഖ് ഒക്കെ പറയുമ്പോ നമ്മളൊരു 90s കിഡ്സിന്റെ ഒരു ഇഷ്ടങ്ങളൊക്കെയാണ്. ഞാൻ ആ കാലഘട്ടത്തിൽ ജനിക്കേണ്ട ഒരു കുട്ടിയെ കാലം മാറി ജനിച്ചു, മാറിപ്പോയി. ജെൻസി എന്ന് പറയാൻ പറ്റില്ല. ജെൻസി അല്ല, ഞാൻ ആക്ച്വലി ജെൻ വൈ ആണ്. മില്ലേനിയൽ ആ ഒരു കാലത്ത് ജനിക്കേണ്ട കുട്ടിയായിരുന്നു. ഇവിടെ പണ്ടത്തെ പാട്ടുകൾ ഇഷ്ടമാണ്, പണ്ടത്തെ സിനിമകൾ ഇഷ്ടമാണ്. ആ കാലഘട്ടത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു. സാരല്ലേ, കുഴപ്പമില്ല. ഇനിയിപ്പോ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ആ കാലത്തെ കുറെ റീക്രിയേറ്റ് ചെയ്തിട്ട് സന്തോഷം കണ്ടെത്താം. എങ്കിലേ എവിടേക്കോ ഒരു രശ്മിക മന്ദാന കടന്നു വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. രശ്മിക മന്ദാനയുടെ ഇൻഫ്ലുവൻസോ, രശ്മിക മന്ദാനയുടെ ആരാധകർ? പറഞ്ഞില്ലേ, തെലുഗു റീൽസിൽ വരാനുള്ള കാരണം തന്നെ രശ്മികയാണ്. എന്നുവെച്ചാ രശ്മിക കട്ടുണ്ട് എന്നുള്ള കുറെ പേര് പറയാൻ തുടങ്ങി. അപ്പോ ഞാൻ അത് ട്രൈ ചെയ്താലോന്ന് വിചാരിച്ചു. അത് ചെയ്ത് കുറെ നല്ല റീച്ചൊക്കെ കിട്ടാൻ തുടങ്ങി. എല്ലാരും പറഞ്ഞു അത് തന്നെ ചെയ്യ് പറഞ്ഞു. പിന്നെ അത് ചെയ്ത് അതും ഇഷ്ടായി. പിന്നെ തെലുഗുലേക്ക് കിടന്നത് ഫുള്ള് അങ്ങനത്തെ ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നും നല്ലൊരു റെസ്പോൺസ് കിട്ടി തുടങ്ങി. ഈവൻ ഞാൻ അതന്നെ ചെയ്യാൻ നോക്കിയപ്പോ ഇങ്ങനെ സോസൈക്കിന്റെ സെയിം എനിക്ക് ആ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ചെയ്ത് അതേമാതിരി ഡ്രസ്സപ്പ് ചെയ്തിട്ട് ഞാൻ ചെയ്തപ്പോ രശ്മിക കമന്റ് ഇട്ടു ഹാർട്ട്. കമന്റ് ഇട്ട് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു, ഒറിജിനലാണോ നോക്കിപ്പാണ്. അയ്യോ, സെലിബ്രിറ്റി ആയിരിക്കില്ലേ അന്ന് നോട്ടീസ് ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ രശ്മിക എന്നെ ജൂനിയർ രശ്മിക എന്നാ വിളിക്കുക. അടിപൊളി, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. എന്റെ ഇതില് കമന്റ്സ് നോക്കിയാ മിക്കവരും ഇങ്ങനെ ജൂനിയർ രശ്മിക എന്ന് പറഞ്ഞിട്ടിടും. ഇപ്പൊ റീൽസിനൊക്കെ കുറച്ചൊരു ഒഴിവ് കൊടുത്തേക്ക അല്ലെ? ഇപ്പൊ ഈ സിനിമ പ്രൊമോഷൻ കാര്യങ്ങള് തിരക്കുകളൊക്കെ ആയിട്ട് കുറവാണ്. പിന്നെ ടൈം അധികവും ഇല്ല. പിന്നെ 10th തുടങ്ങുകയാണ്. അപ്പൊ ഇപ്പൊ വീട്ടിൽ നിന്നുള്ളൊരു സംഭവം എങ്ങനെയാ? രണ്ടിനും കോൺസെൻട്രേറ്റ് ചെയ്യണം. ഈവൻ ഇപ്പോ ന്യൂ പ്രോജക്ട്സ് വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോ നല്ലത് കിട്ടിയ എന്തായാലും ചെയ്യും. പിന്നെ എന്നുവെച്ചാ ഇത് മാറ്റി വെക്കുന്നല്ല, ചെയ്യണം, താല്പര്യമുണ്ട്. പിന്നെ സ്റ്റഡീസും രണ്ടും ഒപ്പത്തി കൊണ്ടുപോകണം എന്നാണ്, ബാലൻസ് ചെയ്യണം. ഇപ്പൊ ഈ തുടരുന്ന ശേഷം ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവിടെ നാട്ടുകാർക്കൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല പരിചയമായിരിക്കും. എപ്പോഴും ഈ ഒരു ചുറ്റുപാട് തന്നെയാണ് റീൽസ് എടുക്കുന്നതും അല്ലെ? ഒക്കെ ഇവിടെ തന്നെ. എനിക്ക് തോന്നുന്നു ഒരു ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഈ നാട് മൊത്തം കാണാൻ പറ്റും. കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഇപ്പൊ പണ്ടേ മുതൽ ഒരു സെലിബ്രിറ്റി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ സ്കൂളിലേക്ക് അതായിട്ടില്ല അല്ലെ? കാരണം സ്കൂളില് എന്ന് വെച്ചാൽ വെക്കേഷനിലാണല്ലോ ഇപ്പൊ ഇത് ഇട്ടേക്കുന്നത്. അപ്പൊ ഇനിയൊരു പോക്ക് പോവണം.
അല്ലാണ്ട് തന്നെ എനിക്ക് കുറെ നല്ല റെസ്പോൺസ് കിട്ടി തുടങ്ങി. ലൈക്ക് ഫുൾ എൻ്റെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. മിക്കവരും കണ്ടു, എല്ലാവരും ഫസ്റ്റ് ഷോക്കെയാ കണ്ടത്. ഇനി ചെന്നിട്ട് വേണം അതെ ബാക്കി കഥകൾ, സെറ്റിലെ കഥകൾ പറയാൻ വേണ്ടിട്ട്. ഇനി വിശേഷം കാര്യങ്ങൾ പറയണല്ലോ. കാരണം ഇതിൽ കേറിയ കാര്യം എല്ലാവർക്കും അറിയാം, പക്ഷെ അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അതെ ഇനി ഫുൾ എക്സ്പീരിയൻസ് കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും പറയണം. നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം ലാലേട്ടനായാലും നമുക്ക് എല്ലാവർക്കും ഒരു ഓറ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? അതായത് ലാലേട്ടന്റെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവത്തിന് എങ്ങനെയാ പറയാൻ പറ്റുക? ലാലേട്ടൻ കിട്ടിയ ഒന്ന് ചെരിവുണ്ടാവും, അത് ഓഫ്കോഴ്സ്. പിന്നെ ഇവര് രണ്ടുപേർക്കും എന്താ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കേറി വരുന്ന തന്നെ നല്ല എനർജിയിലാണ്. ചാടിയിട്ട് അല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മൾ കഞ്ഞിക്കുഴി ആണെങ്കിലും അവിടെ കൂടെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജി കിട്ടും. ആ ഒരു മെയിൻ തിങ് ആണ്. പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ ഒരിക്കലും ടയേർഡ് ആവില്ല. ഇവര് എന്താണ് ഒരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ബുക്ക് റീഡ് ചെയ്യോ, അടുത്ത എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യോ. ഇവര് രണ്ടുപേരും കൂടി ലാലേട്ടനും ശോഭന മാം അവിടെ ഇരിക്കുക. എന്നിട്ട് ഇങ്ങനെ എന്നെ വിളിച്ച് ശോഭന മാം എന്നെ മടിയിലിരിക്കാൻ പറഞ്ഞു. ഞാൻ മടിയിലിരുന്നു. ആൻഡ് ഇവൻ തോമസ് ഏട്ടനെ വിളിച്ചിട്ട് ലാലേട്ടൻ മടിയിലിരുത്തി ഞങ്ങൾക്ക് ഒരു ഫാമിലി പിക്ക് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടിയില്ല ഫോട്ടോ. ഇനി ചോദിക്കണം, ചോദിച്ചെന്തായാലും മേടിക്കും ഉറപ്പാ. പിന്നെ ഭയങ്കര വലിയൊരു ട്രഷർ അല്ലേ, വലിയൊരു മൂമെന്റാ സത്യമായിട്ടും. അത് ഞാനിങ്ങനെ ഞെട്ടി. ഞാൻ മാക്സിമം ഇരിക്കാതെ വെക്കാൻ നോക്കുക, വെയിറ്റ് കൊടുക്കാതെ. അതെ വെയിറ്റ് കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കാതെ നോക്കാം. മാം പറഞ്ഞു മര്യാദക്ക് ഇരിക്കും വെച്ച്. അപ്പൊ ഞാൻ ഇരുന്ന് കുഴപ്പമില്ല ചോദിച്ചു മേടിച്ചാ മതിട്ടോ ഫോട്ടോ, വിട്ടുകളയണ്ട. അല്ല അത് കിട്ടും ഓഫ്കോഴ്സ്, ഇങ്ങോട്ട് തരും. ഓക്കെ. ശോഭന മാം എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു ഡാൻസറിന്റെ സ്വപ്നമായിരിക്കും ശോഭന മാമിനൊപ്പം ഒന്ന് കാണുക സംഭവം. കാണുക മാത്രമല്ല ഡാൻസും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എന്തായാലും ഒരു ഡാൻസറിന് ഉണ്ടാവും. അത് കിട്ടി, കൊണ്ടാട്ടത്തില് കളിക്കാൻ പറ്റി കൂടെ, അതൊരു വലിയ സംഭവം തന്നെയാണ്. ലൈക്ക് ഇത്ര ഒരാൾക്ക് വിചാരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ആക്ട് ചെയ്യാന്ന് പറയാ തന്നെ. കാണുക എന്ന് തന്നെ ഒരു വലിയ സംഭവം. അങ്ങനെ അതിൻ്റെ കൂടെ ആക്ടും ചെയ്തു, പിന്നെ ഡാൻസും കളിച്ചു. അയ്യോ അത് വലിയൊരു സംഭവമാണ്. പാട്ട് ഇറങ്ങിയ സമയത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അതിൽ ആ കൊച്ചിന്റെ എക്സ്പ്രഷൻ പൊളിച്ചു എന്നാ. അയ്യോ അപ്പൊ ഇപ്പൊ സംസാരിക്കുമ്പോ പോലും ഭയങ്കര എക്സ്പ്രസീവാ അല്ലേ? അത് ഞാൻ ഭയങ്കര എക്സ്പ്രസീവാ. ഞാനൊന്നും ഇങ്ങനെ മനസ്സിൽ അങ്ങനെ ഒതുങ്ങി ടൈപ്പല്ല. ഞാൻ നല്ലോണം സംസാരിക്കും. അതുണ്ടെങ്കിൽ എന്റെ മുഖത്ത് കാണുകയും ചെയ്യും. അത് ഹെൽപ്പ് ആയിട്ടില്ലേ ഈ പറഞ്ഞ പോലെ അഭിനയത്തിലായാലും? ഇതിൽ കുറച്ചും കൂടി നല്ല എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് ഇത്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പറ്റിയത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതെ. ഈ തുടരും കഴിഞ്ഞിട്ട് കിട്ടിയ ഏറ്റവും വലിയ നല്ല അടിപൊളി റെസ്പോൺസ് ഏതായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത റെസ്പോൺസ് എന്തായിരിക്കും? പ്രിൻസിപ്പള് പറഞ്ഞു ഞാൻ മൂവി കണ്ടു എന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാരും നല്ലൊരു റെസ്പോൺസ് ആണ് തന്നത്. എന്ന് വെച്ചാൽ ഒന്നും ഒരു ചീത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ഫിലിമിനെ പറ്റിയിട്ട് തന്നെ ഒരു നെഗറ്റീവ് വന്നിട്ടില്ല. അപ്പോ എല്ലാവരുടെയും എനിക്കൊരു നല്ല റെസ്പോൺസ് തന്നെ കിട്ടിയത്. അപ്പൊ ഒരു സിനിമയ്ക്ക് നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ സിനിമയിൽ കണ്ടു. അല്ലാത്ത ഇപ്പൊ ഈ ഒരു തൃപ്പൂണിത്തുറ ഇവിടെ ഉള്ള ഒരു അച്ചു, വീട്ടിലെ അച്ചു, അതെങ്ങനെയായിരിക്കാം? ആരാ, എങ്ങനെയാ? അയ്യോ ഞാൻ ഇവിടെ ഒരു ചെറിയ കുട്ടി എന്നുവെച്ചാ ഒരു എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ടൈപ്പ്. എന്നുവെച്ചാ ഞാൻ ഇവിടുത്തെ അടിക്കാരിയാ. എന്നുവെച്ചാ എന്റെ ബ്രദറിന്റെ കൂടെ ഉണ്ടയാണോ? അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ എന്നുവെച്ചാ ബ്രദറിന്റെ കൂടെ നല്ല അടിയൊക്കെ ഉണ്ട്. സ്നേഹം അങ്ങനെയാണ്. സ്നേഹം കൊടുക്ക മെയിൻ പോളിസി. ലൈക്ക് എനിക്ക് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സംസാരിക്കാനും ചിരിച്ചടക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ സാഡ്നെസ് ഉണ്ടെങ്കിൽ അവർക്ക് കംഫർട്ട് ചെയ്യാൻ എന്തായാലും കൂടെ ഉണ്ടാവും. ഒരേ ക്ലാസ്സിലല്ലേ ബ്രദറും പഠിക്കുന്നത്? ഈ ഒരു ഇത്രയും കാലം തൊട്ട് ഒരുമിച്ച് ഒരേ ക്ലാസ്സില് പഠിച്ചു വളർന്നതിന്റെ ആ ഒരു ഗുണവും ദോഷം എന്തായിരിക്കാം? ഗുണം മാത്രം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ദോഷം ഉണ്ട്, രണ്ടുമുണ്ട്. അല്ല എന്ന് വെച്ചാൽ ഞാനിപ്പോ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്ത് കഴിഞ്ഞാ അപ്പൊ തന്നെ വീട്ടിൽ ചെന്ന് പറയും. പിന്നെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ലീവൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവന്റെ നോട്ട്സ് മതി. അല്ലേലും
ഇങ്ങനത്തെ ഡാൻസ് പ്രോഗ്രാം കാര്യങ്ങളായിട്ട് ഞാൻ ക്ലാസ്സിൽ കയറുന്നേ ഉണ്ടാവൂല. എന്നെ എല്ലാ കാര്യവും വിളിച്ചിട്ട് ധൈര്യമായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന കാരണം അത് തന്നെയാ. കാരണം ഒരാളുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണ് എന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ തരുന്ന തന്നെ, ഹോംവർക്കൊക്കെ ചെയ്തരും. അപ്പൊ അവനൊരു പാവം തന്നെയാണ്, നല്ല അഡ്വാൻറ്റേജ് ഞാൻ എടുക്കുന്നുണ്ട്. അല്ല, അവൻ ചെയ്തു തരാനും ഇഷ്ടാട്ടോ. പിന്നെ കമ്പ്യൂട്ടർ കാര്യങ്ങള് ടെക്നിക്സ് ആയിട്ടൊക്കെ ഉള്ള അവൻ നല്ലോണം ചെയ്യും. അപ്പൊ അവൻ നല്ലോണം ഹെൽപ്പും ചെയ്യും. ഇവൻ AI കാര്യങ്ങൾക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ എനിക്ക് പറഞ്ഞു തരും. അവന് കുറച്ച് പറ്റുന്നില്ലെങ്കിൽ അതും ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിംഗ് തന്നെയാ. ആൻഡ് നമുക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കാം, ധൈര്യമായിട്ട് വന്ന് ചോദിക്കാം, എടാ എന്താടാ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നേ, എന്ന് ക്ലിയർ ചെയ്തുക. ടെൻഷൻ ഇല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. അതാണ് അവൻ്റെ കൂടെ. അപ്പൊ എന്തായാലും ശരി, ഇപ്പം തിയേറ്ററിൽ ഇത്രയും നിറഞ്ഞു ഓടുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ഫാമിലിയാണ് കൂടുതൽ കയറുന്നത് മെയിനായിട്ട്. അപ്പം അത്രയും നല്ല അഭിപ്രായങ്ങൾ കേൾക്കണു. അപ്പൊ ഇനി മുന്നോട്ടും ഈ പറഞ്ഞ പോലെ നല്ല ചിത്രങ്ങൾ ലഭിക്കട്ടെ. ഈ ഒരു അമൃതവർഷിണി എന്നുള്ള പേര് ഇവിടെ നേരത്തെ റീൽസ് ഒക്കെ കടന്നു പോയി നമുക്കറിയാം, എങ്കിലും ഈ ഒരു പേര് സിനിമയിലും കൂടെ എല്ലാ ഭാഷയിലേക്കൊക്കെ എത്തട്ടെ. അങ്ങ് ബോളിവുഡ് വരെ എത്തി ഷാറുഖ് ഖാനൊക്കെ ഒന്ന് കണ്ട് ഇവരുടെ കൂടെ ഒക്കെ ഒന്ന് അഭിനയിച്ചേ എത്തട്ടെ. അപ്പം എല്ലാ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.